ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആത്മോപദേശ ശതകത്തിൻ്റെ 3-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾക്ക് ഓരോ വാക്കുകൾക്കും അനന്തമായിട്ടുള്ള വിശദീകരണങ്ങൾ ആവശ്യമുണ്ട് എന്നറിയാം. പക്ഷേ അങ്ങനെ വിശദീകരിക്കുവാനുള്ള സന്ദർഭത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. പരിചയപ്പെടുത്തലുകളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പോൾ ഗുരു ഈ കൃതികൾ എഴുതിയിരിക്കുന്നത് അരുവിപ്പുറത്ത് താമസിക്കുമ്പോഴാണ്. ഗുരുവിൻ്റെ തപസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞ അനുഭൂതിയാണിത്, അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ആ രീതിയിലേക്ക് കുറച്ച് സാധനാസമ്പന്നമായിരിക്കണം എന്നുകൂടി നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. കാരണം ഇതെല്ലാം സൂക്ഷ്മത ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഗുരു ഇവിടെ 3-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, വെളിയിലിരുന്ന് വിവർത്തമിങ്ങു കാണും വെളി മുതലായ വിഭൂതി 5 മോർത്താൽ ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാ വലിയതുപോലെ അഭേദമായി വരേണം. വെളിയിലിരുന്ന് വിവർത്തമിങ്ങു കാണും. വെളിയിലിരുന്ന് എന്ന് പറയുമ്പോൾ അവിടെ പ്രകാശമായിട്ടുള്ള പ്രകാശസ്വരൂപമാണ്. ആ പ്രകാശസ്വരൂപത്തിലിരുന്നു കൊണ്ടാണ് വിവർത്തമായിട്ട്. വിവർത്തം എപ്പോഴും നമ്മളുടെ വേദാന്ത ശാസ്ത്രത്തിൽ, ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതികമായിട്ടുള്ള പദമാണ്. ഇല്ലാത്ത ഒന്നിനെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം മായ എന്നൊക്കെ പറയുന്നത് ഇതുപോലെയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മരുഭൂമിയിൽ ജലമില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ മരുഭൂമിയിൽ പോയി നിന്നാൽ, നോക്കിയാൽ ജലാശയം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മരുഭൂമിയിൽ പോകാത്ത ആളുകളാണ് ഭൂരിഭാഗവും ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾക്കതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? അതിന് നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ ഹൈവേയിലൂടെ വണ്ടിയിലൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ വേറെ വണ്ടികളില്ല എങ്കിൽ നോക്കിയാൽ നമുക്ക് കാണാം, റോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് കാണാം. അപ്പം നമ്മുടെ വണ്ടി അടുത്തടുത്ത് വരുന്തോറും ഈ ജലം അകന്നകന്നു പോകും. അപ്പോൾ അത് ഇല്ലാത്ത ഒരു സംഭവത്തെ ഉണ്ടാക്കി കാണിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ വെളിമുതലായ വിഭൂതി 5 ഓർത്താൽ ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലി അതുപോലെ അഭേദമായി വരണം. അപ്പം ഈ വെളി മുതലായത്, നമ്മളുടെ രണ്ടാമത് പറയുന്ന ഈ വെളി മുതലായ വിഭൂതി 5 പഞ്ചഭൂതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മുൻപ് പറഞ്ഞ വെളി എന്ന് പറയുന്നത് ഇതിന് ആധാരമായിട്ട് നിൽക്കുന്ന ചൈതന്യമാണ്. മറ്റേത് പഞ്ചഭൂതങ്ങളാണ്, അതിൽ നിന്നുണ്ടായതാണ്. ഇതെല്ലാം വേറെ വേറെയാണ് എന്ന് കാണുന്നത്, ഇതിൽ നമ്മൾ ഭ്രമിച്ചു പോകുന്നത് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ്. അതിന് വീണ്ടും ഒരു ഉദാഹരണത്തിൽ ഗുരു പറയുകയാണ്, ജലനിധി തന്നിൽ ഉയർന്ന ഭാനുമാൻതൻ. അപ്പം ഇവിടെ ജലനിധി എന്ന് പറയുന്നത് എന്താണ്? കടലാണ്, വലിയ സാഗരം. അതിൽ തിരകൾ ഇങ്ങനെ കാറ്റടിച്ചിട്ട് തിരകൾ ഉണ്ടാകുന്നു. ഇവിടെ എത്രയോ രൂപഭാവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെല്ലാം നമ്മൾ തനിയെ പേരുകളും കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ജലം മാത്രമാണ്. കടലിൽ തിര കാണുമ്പോഴും വൻ തിരമാലകൾ കാണുമ്പോഴും അതിൽ കുമിളകൾ കാണുമ്പോഴും ഒക്കെ അതിന് പേര്, അതുപോലെ അതിൻ്റെ രൂപം
മാത്രമാണ് വ്യത്യസ്തമായിട്ടുള്ളത്. അതിന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ജലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പലതും പലതായി കാണുമ്പോഴും നാമരൂപങ്ങൾ വ്യത്യസ്തമായിട്ട് കാണുമ്പോഴും അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ പരമ്പൊരുളാണ് എന്നുള്ള അവബോധം ഉണ്ടാകണമെന്നാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾക്ക് ഇതെല്ലാം ആദ്യമായിട്ട് കേൾക്കുമ്പോൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുവാൻ അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ലാത്ത കാര്യമാണ് എന്ന് തോന്നാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സത്യത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഒരു അന്വേഷകൻ ഒരു ഗുരുവിൻ്റെ സവിധത്തിൽ വരുന്നത്. അതുകൊണ്ട് ഇത് പഠിക്കുന്നതിനും ഒക്കെ ചില യോഗ്യതകളും അവർ പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ ആ തലത്തിലൂടെ നമ്മൾ കടന്നു പോകാതെ ആണ് വരുന്നതെങ്കിൽ, പഠിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ കുറച്ച് വിരസത തോന്നാം. അപ്പോൾ അങ്ങനെ തോന്നാതിരിക്കാനായിട്ട് നമുക്ക് ലളിതമായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ ഗുരു അത് അവതരിപ്പിക്കുക. അപ്പോൾ ആ ഉദാഹരണത്തെ നമ്മൾ എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ അതിനെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഈ ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലി അതുപോലെ അഭേദമായി വരേണം എന്നുള്ള അറിവ് തീർച്ചയായിട്ടും നമ്മൾക്ക് ആ ഭേദബുദ്ധിയെ ഇല്ലാതാക്കുവാനായിട്ട് ഉപകരിക്കുമെന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ മുൻപിൽ ഏതെല്ലാം രീതിയിൽ എന്തൊക്കെ സംഭവിക്കുമ്പോഴും ഇതെല്ലാം ആ പരമ്പൊരുളിൽ നിന്ന് തന്നെയാണ് ഇതുണ്ടായിട്ടുള്ളത്. പക്ഷെ വിവർത്തം കൊണ്ട് നമുക്കത് ആ രീതിയിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും അതിനെ മാറ്റുവാനുള്ള ഉപായം, അറിവ് മാത്രമാണ് നമുക്ക് വേണ്ടുന്നത്. തീർച്ചയായിട്ടും അതിന് നമുക്ക് ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.